ഹലോ നമസ്കാരം. ഇതാണ് സിന്നമൺ പ്ലാന്റ് അല്ലെങ്കിൽ കറുവപ്പട്ട എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെറസിലോട്ട് ഇതിൻ്റെ വലിയൊരു ബ്രാഞ്ച് വന്ന് ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു മഴ കാരണം നല്ല ഹെവി ആയിട്ടുള്ള ബ്രാഞ്ചാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അമ്മ വെട്ടി മാറ്റുമായിരുന്നു. അതിൻ്റെ ഹെവിനെസ് വേറൊന്നും കൊണ്ടല്ല, നിറയെ ലീവ്സാണിതിന്. അതുകൊണ്ട് തന്നെ ഓരോ ബ്രാഞ്ചും നല്ല ഹെവിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ കറുവപ്പട്ടയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കുന്ന ഇടനയിലയില്ലേ, അപ്പോൾ അതും ഇതും ഡിഫറെൻ്റാണ് കേട്ടോ. നമ്മുടെ ഈ കറുവപ്പട്ടയുടെ ലീഫ് എന്ന് പറയുന്നത് മറ്റ് ഇടനയിലയേക്കാളും കുറച്ചുകൂടെ സ്മോളാണ്. അതുപോലെ തന്നെ നല്ല കട്ടിയുണ്ട് ഈ കറുവപ്പട്ടയുടെ ഇലക്ക് കേട്ടോ. അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ ഇല വളരെ ലൈറ്റായിട്ടുള്ളൊരു മധുരം എരിവും കൂടിയിട്ടുള്ളതാണ്. പക്ഷേ ഇടനയിലക്ക് യൂഷ്വലി നല്ല മധുരം മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഏതായാലും ആ ബ്രാഞ്ച് കട്ട് ചെയ്തത് കാരണം ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് അതിൻ്റെ ബാർക്ക് എടുക്കുന്നതെന്നൊന്ന് കാണിക്കാം. ഈ ബാർക്ക് എന്ന് പറയുന്നത് ഈ തടിയുടെ ഏറ്റവും പുറമേയുള്ള തൊലിയാണ് ഈ ബാർക്ക്. അപ്പോൾ ഇതിനൊരു ബ്രൗൺ കളർ കണ്ടില്ലേ, അതാദ്യം തന്നെ ബ്രൗൺ പാർട്ട് ചുരണ്ടി മാറ്റിയതിന് ശേഷം നമുക്ക് അതിനുള്ളിൽ വരുന്ന ലൈറ്റ് യെല്ലോയിഷ് കളറുള്ള അതാണ് അതിൻ്റെ ബാർക്ക് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പീൽ ചെയ്ത് ചെത്തി മാറ്റാൻ പറ്റും കേട്ടോ. വളരെ ഈസിയാണ്. അങ്ങനെ ഒരുപാടങ്ങ് ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ഒരു കട്ട് വെച്ച് കൊടുത്താൽ മതി, അപ്പോഴേക്കും ഇതിങ്ങനെ ഇളകി വരും കേട്ടോ. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ലീഫാണെങ്കിലും ബാർക്കാണെങ്കിലും നമ്മൾ സ്പൈസസിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുന്നതാണല്ലേ. പക്ഷെ അത് മാത്രമല്ല, ഇതിന് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടി കൂടിയുണ്ട്. നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് നമുക്കതിൻ്റെ ഇലയിട്ടിട്ട് കാച്ചി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ മുടിക്കൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാർക്ക് ഡയബറ്റിക് പേഷ്യൻറ്റിനാണെങ്കിലും കൊളസ്ട്രോൾ പേഷ്യൻറ്റിനാണെങ്കിലും അതൊക്കെ ഒന്ന് കൺട്രോൾ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ ഈ ബാർക്ക് ഇതിൻ്റെ പൊടി സിന്നമൺ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇടയ്ക്ക് കഴിക്കാറുണ്ട്, ഈ സിന്നമൺ സ്റ്റിക്കിട്ട വെള്ളമൊക്കെ കഴിക്കാറുണ്ട്. എന്നാലും സ്ഥിരമായിട്ടൊന്നും കഴിക്കാറില്ല, വല്ലപ്പോഴൊക്കെ അങ്ങനെയുള്ള ഡ്രിങ്കും മോർണിംഗ് കഴിക്കാറുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ. അപ്പോൾ ഇത് ഉണക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഒറ്റൊരു ദിവസം നല്ല വെയിൽ കൊള്ളുവാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി വരും. പിന്നെ മഴക്കാലമായത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു അരമണിക്കൂർ ഇട്ടിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും മഴ വന്നു. പിന്നെ ഞാനിത് ബാംഗ്ലൂർ കൊണ്ടുവന്നിട്ടാണ് ഉണക്കിയത്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനൊരു ടവലിൽ വെറുതെ ഒന്ന് വിരിച്ചിട്ടതേ ഉള്ളൂ. ഒരു 1-2 ദിവസം വീട്ടിനുള്ളിൽ തന്നെ വെച്ചതാണ്. അപ്പോഴേക്കും ഇതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.